Hello everyone, welcome back to the channel. Plus 2 Mathematics റിവിഷൻ സീരീസ് ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ HSC BHSC മാത്തമാറ്റിക്സ് മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, വെക്ടർ എന്നുള്ള സെക്ഷനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 2, 3 ആൻഡ് പാരലൽ ടു ദ വെക്ടർ 3i + 2j - 2k. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ. വെക്ടർ ഫോമും കാണണം, കാർട്ടീഷ്യൻ ഫോമും കാണാൻ പറഞ്ഞിട്ടുണ്ട്. പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 2, 3 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും ഒപ്പം 3i + 2j - 2k എന്നുള്ള വെക്ടറിന് പാരലലും ആകത്തക്ക വിധത്തിൽ വരുന്ന ലൈനിന്റെ വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെക്ടർ ഫോം എങ്ങനെയാണ്, കാർട്ടീഷ്യൻ ഫോം എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു വെക്ടർ ഫോം എന്ന് പറഞ്ഞത്? വെക്ടർ ഫോം എങ്ങനെ എഴുതുന്നത്, അതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ എങ്ങനെയായിരുന്നു? വെക്ടർ R = വെക്ടർ കൊടുക്കണം അല്ലേ. വെക്ടർ ഫോം എന്ന് പറയുന്നത് വെക്ടർ റെപ്രസെന്റേഷൻ ആണ്. വെക്ടർ R = A + വെക്ടർ A + ലാംഡ ഇൻറ്റു വെക്ടർ B. അങ്ങനെയല്ലേ വെക്ടർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞത്. റിക്വയർഡ് വെക്ടർ റെപ്രസെന്റേഷൻ വെക്ടർ R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ഓരോ ക്വാണ്ടിറ്റിയും കണ്ടുപിടിച്ചാൽ പോരെ തന്നിരിക്കുന്ന കണ്ടീഷൻസിൽ നിന്ന്. വെക്ടർ A എങ്ങനെ കണ്ടുപിടിക്കാം? വെക്ടർ A എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആണ് അല്ലേ. ആ പൊസിഷൻ വെക്ടർ കാണാൻ വേണ്ടി പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 2, 3 എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. ആ 1, 2, 3 എന്നുള്ള പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. 1, 2, 3 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ പൊസിഷൻ വെക്ടർ എങ്ങനെ കാണാം? ഓരോ XYZ പോയിന്റുകൾക്ക്, ആ കോർഡിനേറ്റുകൾക്ക് IJK കമ്പോണന്റുകൾ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ വെക്ടർ A എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വെക്ടർ A എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? I × 1, അതായത് I, + 2 × j 2j, + 3 × k 3k. അപ്പോൾ IJK കമ്പോണന്റുകൾ കൊടുത്തിട്ട് ഈ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് പൊസിഷൻ വെക്ടറായി, അതായത് വെക്ടർ A കിട്ടി. ഓക്കെ, ഇനി എന്ത് വേണം? വെക്ടർ Bയും കൂടെ അറിയണം. വെക്ടർ B എന്ന് പറഞ്ഞാൽ എന്താ? പാരലൽ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്: പാരലൽ ടു ദ വെക്ടർ 3i + 2j - 2k. അപ്പോൾ വെക്ടർ B കിട്ടിയില്ലേ, പാരലൽ വെക്ടറും കിട്ടി നമുക്ക്. വെക്ടർ B എന്ന് പറഞ്ഞാൽ ഗിവൺ തന്നിട്ടുണ്ട്. വെക്ടർ B = 3i + 2j - 2k എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് വെക്ടർ Aയും വെക്ടർ Bയും നമ്മുടെ ഈ റെപ്രസെന്റേഷനിൽ കൊടുക്കുക. വെക്ടർ R = നമ്മുടെ റെപ്രസെന്റേഷൻ എന്താ? വെക്ടർ A + ലാംഡ ഇൻറ്റു B. എയും ബിയും കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെക്ടർ R = A എന്താ കിട്ടിയത്? I + 2j + 3k. ഇവിടെ എല്ലാം ക്യാപ്പ് റെപ്രസെന്റേഷൻ ഉണ്ട്. I + 2j + 3k + ലാംഡ ഇൻറ്റു ഇനി എന്ത് വേണം? ആ പാരലൽ വെക്ടർ, തന്നിരിക്കുന്ന പാരലൽ വെക്ടർ ഇവിടെ എഴുതുക. 3i + 2j - 2k. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത് ഫോം? വെക്ടർ ഫോം എന്ന് പറയുന്നത്. വെക്ടർ ഫോം വെക്ടർ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെക്ടർ ഫോം. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത് പറഞ്ഞാൽ എന്താ? കാർട്ടീഷ്യൻ ഫോമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമാണ്. കാർട്ടീഷ്യൻ ഫോം എങ്ങനെയാണ് എഴുതുന്നത്? കാർട്ടീഷ്യൻ ഫോം അത് അപ്പോൾ Xഉം Yയും ഒക്കെ വരുന്നതാണ് കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞത്. വെക്ടർ എന്ന് പറയുമ്പോൾ IJK കമ്പോണന്റുകൾ ഉപയോഗിച്ച് എഴുതുന്നത്. നമ്മൾ കാർട്ടീഷ്യൻ ഫോം എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? X - x1/a അല്ലെങ്കിൽ a1 കൊടുത്താലും മതി, = y - y1/b = z - z1/c അല്ലേ. അല്ലെങ്കിൽ a1 b1 c1 കൊടുത്താലും മതി, കുഴപ്പമില്ല. = ലാംഡ x - x1 x1 y1 z1 എന്താ അവിടുത്തെ നമുക്ക് തന്നിരിക്കുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, AB. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 1, 2, 3, അതാണ് ഇവിടുത്തെ x1 y1 z1 ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് എടുക്കേണ്ടത് x1 y1 z1 ആയിട്ട്. a1 b1 c1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാരലൽ വെക്ടറിന്റെ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ a1 b1 c1 a1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a1 എന്ന് പറയുന്നത് 3 ആയിരിക്കും. a2 ഇവിടുത്തെ b1 എന്ന് പറഞ്ഞത് 2 ആയിരിക്കും. ആൻഡ് c1 എന്ന് പറഞ്ഞത് -2 ആയിരിക്കും. ഓക്കെ, പാരലൽ വെക്ടറിന്റെ കോഎഫിഷ്യൻസ് ആണ് ഇത് എടുക്കുന്നത്. അപ്പോൾ x - x1/a1 എങ്ങനെ എഴുതണേ? x - x1ന്റെ വാല്യൂ ഇവിടെ എന്താ? 1 അല്ലേ. തന്നിരിക്കുന്ന പോയിന്റ് ആ പൊസിഷൻ വെക്ടറിൽ നിന്നാണ് അത് എഴുതേണ്ടത്. x - x1/a1 3
ഈക്വൽ ടു വൈ മൈനസ് y1 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ 2 y മൈനസ് 2 ഡിവൈഡ് ബൈ b1 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു z മൈനസ് z1 എന്ന് പറഞ്ഞത് 3 z മൈനസ് 3 ഡിവൈഡഡ് ബൈ c1 എന്ന് പറഞ്ഞത് -2. ഇത് എന്തിന് ഇക്വലൻ്റ് ആണ്? ഒരു കോൺസ്റ്റന്റ് ലാംഡാക്ക് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇത്രയും മതി. ഇത് സോൾവ് ചെയ്യാനൊന്നും പോകണ്ട. x-1 ഈ ഒരു ഫോമിൽ എഴുതിയാൽ മാത്രം മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ലാംഡ. ഇതാണ് ഇവിടുത്തെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെക്ടർ ഫോം എഴുതി, കാർട്ടീഷ്യൻ ഫോം എഴുതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മേടിക്കാവുന്ന മാർക്കുകളാണ് ഇത് മുഴുവൻ. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനൊക്കെ വരും. ഡിഫറൻസിയേഷൻ വലിയ കുഴപ്പമില്ല, പക്ഷേ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് കുറച്ച് ലെങ്തി പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് മേടിക്കാവുന്ന ഓരോ സെക്ഷൻസ് ആണ്. അപ്പോൾ മാർക്ക് പോവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള സെക്ഷൻസ് ആണ്. അതുകൊണ്ട് ഇതുപോലുള്ള സെക്ഷൻസ് എല്ലാം നിങ്ങൾ വിട്ട് കളയാതെ പഠിക്കുക. ഇൻ്റഗ്രേഷനൊക്കെ ഇത്തിരി ടഫാണെങ്കിലും ഇതുപോലുള്ള മാർക്ക് മേടിക്കാൻ ചാൻസ് കൂടുതലുള്ള സെക്ഷൻസ് കൂടുതൽ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.